ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നന്ദൻ അരികിലേക്ക് എത്തുന്നു. നന്ദനെ കണ്ട് അർച്ചന സന്തോഷത്തോടെ പറഞ്ഞു, നന്ദേട്ടാ, സന്ധ്യ ഡോക്ടർ വിളിച്ചിരുന്നു, ഇപ്പൊ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും നന്ദൻ പറഞ്ഞു, അതെ, എന്നെയും വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ സംസാരിച്ചു നിൽക്കുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന സേതുമാധവൻ ചോദിച്ചു, എന്താ രണ്ടുപേരും ഒരു സംസാരം എന്ന് ചോദിച്ചതും ഉടനെ സന്ധ്യ ഡോക്ടർ വരുന്നുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾ പറയുകയായിരുന്നു എന്ന് നന്ദൻ സന്തോഷത്തോടെ സേതുമാധവനോട് അറിയിച്ചു. അപ്പോഴേക്കും സന്ധ്യ ഡോക്ടർ അവിടേക്ക് എത്തി. സേതുമാധവൻ സന്ധ്യ ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു, ആഹാ, മോള് വരുന്ന കാര്യം ഇപ്പൊ ഇവർ പറയുകയായിരുന്നു. എന്തായാലും മോളെ പോലെ ഒരാള് ഈ കുടുംബത്തെ ഒരു ഡോക്ടറായിട്ടുള്ളപ്പോ പിന്നെ മറ്റാരെയും പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ടതില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, അവന്തിയ ഇപ്പോ അങ്ങനധികം ട്രാവൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് മുമ്പ് വന്ന് പരിശോധിച്ച് ഡോക്ടർ പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഒരു ചെക്കപ്പിനായി മോളെ വിളിപ്പിച്ചത് എന്ന് സേതുമാധവൻ സന്ധ്യയോട് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ സന്ധ്യ ഡോക്ടർ പറഞ്ഞു, എന്താച്ചാ ഞാൻ പരിശോധിച്ച് എന്താ പ്രശ്നമെന്നും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് വ്യക്തമായി ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞു. ആ നിമിഷം തന്നെ സന്ധ്യ ഡോക്ടർ വന്ന് അങ്ങനെ സംസാരിച്ചത് കേട്ട് സേതുമാധവൻ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ അനഘയെ നോക്കിയിട്ട് സന്ധ്യ വന്നിട്ടുണ്ടെന്നും അവന്തികയോട് വരാൻ പറയണമെന്ന് കൂടി പറഞ്ഞിട്ടാണ് സേതുമാധവൻ പോകുന്നത്. അവന്തിക ആ നിമിഷം തന്നെ സന്ധ്യ ഡോക്ടറെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നന്ദൻ അനഘയോട് പറഞ്ഞു, അനഘേ, നീ എന്തായാലും സന്ധ്യ ഡോക്ടർ വന്ന വിവരം തൽക്കാലം അവന്തിയോട് ചെന്ന് പറയണ്ട എന്ന് പറഞ്ഞതും സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അതെ അനഘേ, ഞാൻ തന്നെ പോയി പരിശോധിച്ചോളാം, ഞാൻ അവന്തിയെ പോയി കണ്ടോളാം, തൽക്കാലം ഇങ്ങോട്ട് അവളെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടർ അവന്തികയെ പരിശോധിക്കാനായി റൂമിലേക്ക് പോയിക്കൊള്ളാമെന്ന് അറിയിച്ചു. അപ്പോഴേക്കും വളരെ സന്തോഷത്തോടെ നന്ദനും അർച്ചനയും സന്ധ്യ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, കൃത്യമായി തന്നെ എഴുതി പരിശോധിക്കണം കേട്ടോ, എന്നിട്ട് എന്താണ് ഏടത്തേക്ക് സംഭവിച്ചെന്നുള്ള വിവരം ഇവിടെ എല്ലാവരെയും അറിയിക്കണം. അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, അതെ, ഇന്ന് ഒരു നാടകം പൊളിഞ്ഞു വീഴാൻ പോകുന്ന ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഡോക്ടർ കൃത്യമായി തന്നെ പരിശോധിക്കണം, എന്നിട്ട് കാര്യങ്ങൾ ഇവിടെ വന്ന് എല്ലാവരെയും അറിയിക്കുകയും ചെയ്യണം. ഉടനെ തന്നെ അർച്ചന പറഞ്ഞു, ഡോക്ടർ പരിശോധിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആ സന്തോഷ വാർത്ത കേൾക്കാൻ ബാക്കിയുള്ളവരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്താം, മറ്റുള്ളവരെ ആ സമയത്ത് ഞാൻ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നേക്കാം എന്ന് പറഞ്ഞ് അർച്ചന അകത്തേക്ക് പോകുന്നു. ആ സമയത്താണ് അവന്തിക റൂമിൽ ഇരിക്കുന്നത് കണ്ട് സന്ധ്യ അവിടേക്ക് എത്തിയത്. അവന്തിക സന്ധ്യ ഡോക്ടറെ കണ്ടത് ഒട്ടും താല്പര്യമില്ലാതിരിക്കുന്നത് കണ്ട് സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അതെ, നിന്നെ പരിശോധിക്കാനായിട്ടാണ് എന്നെ അച്ഛൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്നാ നമുക്ക് തുടങ്ങാം എന്ന് ചോദിച്ചപ്പോ അവന്തിക ആകെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അതെ, ഞാൻ എന്തായാലും ഇപ്പോ ഇവിടേക്ക് വന്നത് നിന്നെ പരിശോധിക്കാനാണ് എന്ന് പറഞ്ഞതും അനഘയും പിന്നാലെ എവിടേക്ക് എത്തി. അവന്തിക പറഞ്ഞു, നീ വന്നത് എന്തിനാന്ന് വെച്ചാ ആ ജോലി ചെയ്തിട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോ അവന്തികയോട് സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അതെ, അതിനാ ഞാൻ വന്നത്. പലരുടെയും നാടകങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ഇവിടെ അടിഞ്ഞു വീഴും. അത് മാത്രമല്ല, ഇവിടെ പുറത്ത് പലരും കാത്തു നിൽക്കുകയാണ് നിന്റെ വിവരങ്ങൾ അറിയാനായി. നിന്റെ ഭർത്താവ് അടക്കമുള്ളവരെല്ലാവരും നിന്റെയും കുഞ്ഞിനെയും വിശേഷം അറിയാൻ പുറത്ത് കാത്തു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും അവരോട് ആ സത്യാവസ്ഥ എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. അതോടൊപ്പം തന്നെ ഇന്ന് പലരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്ന ദിവസമാണ്. അതോടൊപ്പം നീ ഈ വീട്ടിൽ നിന്ന് ഇന്ന് പടിയിറങ്ങുകയും ചെയ്യും. ഇത്തരം സംഭവങ്ങൾ ഇന്നിവിടെ നടക്കാൻ പോവുകയല്ലേ അവന്തികെ എന്ന് സന്ധ്യ ഡോക്ടർ അറിയിച്ചു. ഉടനെ തന്നെ അനഘ ദേഷ്യത്തോടെ പറഞ്ഞു, അതെ, നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട, ചേച്ചി പരിശോധിക്കാനായിട്ട് വന്നതല്ലേ, പരിശോധന നടക്കട്ടെ, അത് മതി എന്ന് പറഞ്ഞപ്പോ അനഘ അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ട് സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അതെ, നിന്നോട് ഞാൻ എന്തോ ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ചതായിരുന്നല്ലോ. എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ മനസ്സിലായി. ഞാനേ പറയാൻ വന്ന വേറൊന്നുമല്ല. ഇവിടെ ഇപ്പോ തൽക്കാലം നിന്റെ ആവശ്യമൊന്നുമില്ല. വേഗം നീ പോകാൻ നോക്കിക്കോ. ഇവിടെ അവന്തികയെ പരിശോധിക്കാൻ ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞതും അനഘ ദേഷ്യപ്പെട്ടു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഞാൻ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയതും സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അതെ, നിന്നോട് തൽക്കാലം അവിടെ നിന്ന് പോകാനാ പറഞ്ഞത്. ഞാൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് എന്റെ പേഷ്യന്റിനെ പരിശോധിക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അനഘയോട് പോകാനായി സന്ധ്യ ഡോക്ടർ ഷൗട്ട് ചെയ്തു. അത് കേട്ടതും അനഘ കലിതുള്ളി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം സന്ധ്യ ഡോക്ടർ അവന്തിയെ നോക്കി പറഞ്ഞു, എന്നാ അവന്തിയെ, നമുക്ക് പരിശോധന തുടങ്ങാമല്ലേ? കൂടുതൽ വലിയ പരിശോധനയൊക്കെ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം നടത്തിയാൽ പോരെ എന്ന് സന്ധ്യ ഡോക്ടർ അവന്തികയോട് ചോദിക്കുന്നു. ഈ സമയത്ത് അവന്തികയുടെ വിവരങ്ങൾ അറിയാനായി പുറത്ത് എല്ലാവരും അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. നന്ദനും അർച്ചനയും അവന്തിക ഒരു നാടകം നടത്തുകയാണെന്നുള്ള വിവരം പുറത്തു വന്ന് സന്ധ്യ ഡോക്ടർ പറയുന്നത് കേൾക്കാൻ കാതോർത്ത് അങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ
സന്ധ്യ ഡോക്ടർ ആകെ നിരാശയോടെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. സേതുമാധവൻ സന്ധ്യ ഡോക്ടറെ കണ്ടത് വളരെ പ്രതീക്ഷയോടെ ചോദിച്ചു, എന്താ മോളെ, അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടും സന്ധ്യ ഡോക്ടറുടെ മുഖഭാവം കണ്ട് ആകെ വിഷമത്തോടെ എല്ലാവരും ആശങ്കയോടെയും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഉടനെ തന്നെ സന്ധ്യ ഡോക്ടർ ഒന്നും ഇടാതെ നിൽക്കുന്നത് കണ്ട് സേതുമാധവൻ ചോദിച്ചു, എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളുടെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലോ. അവന്തിക്കും കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, ഇല്ല ചാ, അവന്തിക്കും കുഞ്ഞും സുഖമായി തന്നെ ഇരിക്കുന്നു, ഒരു പ്രശ്നവുമില്ല എന്ന് സന്ധ്യ ഡോക്ടർ മറുപടി നൽകിയതോടെ നന്ദനും അർച്ചനയും ഞെട്ടി. അപ്പോഴേക്കും മറ്റുള്ളവരെല്ലാവരും ആശ്വാസത്തോടെ ദൈവത്തോട് നന്ദി പറയുമ്പോൾ സന്ധ്യ ഡോക്ടർ മറ്റൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് അർച്ചന പിന്നാലെ ചെല്ലുന്നു. സന്ധ്യ ഡോക്ടറെ പിടിച്ചു നിർത്തി അർച്ചന ചോദിച്ചു, ഡോക്ടർ അവിടെ പറഞ്ഞത് സത്യം തന്നെയാണോ, അതോ ഡോക്ടറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവന്തികയെടുത്ത് ഭീഷണിപ്പെടുത്തിയോ, എന്താ സംഭവിച്ചത്, ഡോക്ടർ എന്നോട് തുറന്നു പറ എന്ന് പറഞ്ഞപ്പോ സന്ധ്യ ഡോക്ടർ അർച്ചനയോടൊന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നന്ദൻ പിന്നാലെ എത്തി. അതെ, എന്താ സന്ധ്യയെ അവിടെ സംഭവിച്ചത്, സന്ധ്യ കാര്യം തുറന്നു പറ, അവൾ എന്തെങ്കിലും ഭീഷണി ഉയർത്തിയോ, അതുകൊണ്ടാണോ സന്ധ്യ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യ ഡോക്ടർ അർച്ചനെ നോക്കിയിട്ട് പറഞ്ഞു, എന്നെ അവന്തിക ഭീഷണിപ്പെടുത്തിയതൊന്നുമല്ല, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, അവന്തിക പ്രഗ്നന്റ് ആണ്. ആ വാക്കുകൾ കേട്ട് നന്ദനും അർച്ചനയും ഞെട്ടുന്നു. നന്ദൻ ആകെ നിരാശയോടെ അതൊരിക്കലും സംഭവിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച തനിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയതിന്റെ വേദനയിൽ നന്ദൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അർച്ചനയും നന്ദനും ആകെ നിരാശയോടെ സന്ധ്യ ഡോക്ടറെ വാക്കുകൾ വിശ്വസിക്കാനാകാത്ത തരത്തിൽ അങ്ങനെ നിന്നു. അപ്പോഴേക്കും സന്ധ്യ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടർ നേരെ തന്റെ കാറിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ അർച്ചനയും ഒപ്പം നന്ദനും ആകെ നിരാശയോടെ ആ വാതുക്കൽ സന്ധ്യയെ നോക്കി നിന്നു. ആകെ വിഷമത്തോടെ അവരങ്ങനെ നിൽക്കുന്നത് കണ്ട് പിന്നാലെ അവിടെ വന്ന് ആ കാഴ്ച കണ്ട് പുഞ്ചിരിയോടെ അവരെ നോക്കുകയാണ് അവന്തിക. അവന്തികയുടെ ആ നോട്ടം കണ്ടതും ആകെ വിഷമത്തോടെ രണ്ടുപേരും നിന്നു. അരികിലേക്ക് എത്തിയ അവന്തിക പറഞ്ഞു, അതെ, നിങ്ങൾ രണ്ടുപേരും ഇത്രയും നിരാശയോടെ ഈ രീതിയിൽ ഇങ്ങനെ ആകെ തകർന്നു വരുന്ന ഈ കാഴ്ച കാണാനാണ് ഞാൻ കാത്തു നിന്നത്. അല്ല, രണ്ടുപേരുടെയും മുഖത്ത് ഇപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആ സന്ധ്യ എന്നെ പരിശോധിച്ചതിന് ശേഷം സന്ധ്യയുടെ മുഖത്ത് കണ്ട അതേ ഭാവം തന്നെയാണ് ഈ നിൽക്കുന്ന രണ്ടുപേരുടെയും മുഖത്തുള്ളത്. അല്ല, നിങ്ങൾ രണ്ടുപേരും കരുതിയ മറുപടിയൊന്നും സന്ധ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അല്ലെ? അത് കേട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ നിരാശയോടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോ ബോധ്യമായില്ലേ? നിങ്ങൾ ഞാനൊരു നാടകം കളിക്കുകയാണെന്നും അത് ഉടനെ തന്നെ പൊളിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഇതിലെ നടന്നപ്പോ സത്യത്തിൽ നിങ്ങളുടെ ആ സന്തോഷവും നിങ്ങളുടെ ആ ആത്മവിശ്വാസവും ഒക്കെ ഞാൻ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ വാക്കുകൾ കേട്ട് ഭയപ്പെടുന്ന രീതിയിലല്ല, അങ്ങനെ അഭിനയിച്ച് തകർത്ത്. സത്യത്തിൽ ആ നിമിഷം ഞാൻ എന്റെ മനസ്സിൽ സന്തോഷിക്കുകയായിരുന്നു, നിങ്ങളെ വിഡ്ഢികളാക്കിയതിന്റെ സന്തോഷം. എന്തായാലും ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായല്ലോ, ഈ അവന്തിക പറഞ്ഞത് കളവൊന്നുമല്ല എന്നും സത്യമായിട്ടുള്ള കാര്യമാണെന്നും. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ നോക്ക്, അതാണ് നിങ്ങൾക്ക് നല്ലത്. എന്തായാലും രണ്ടുപേരുടെയും പ്രതീക്ഷകളൊക്കെ തകർന്നുടഞ്ഞ് ഈ രീതിയിൽ എന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കുന്ന കാഴ്ച കാണാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞ് അർച്ചനയും നന്ദനെയും നോക്കി പുഞ്ചിരിയോടെ അവന്തിക സംസാരിച്ചു. നന്ദൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോൾ അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തി അവന്തിക പറഞ്ഞു, അർച്ചനെ, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊത്ത എതിരാളിയല്ല നീ എന്ന്, എന്നെ തകർക്കാനായി നീ ശ്രമിക്കുകയും വേണ്ട എന്ന്. പക്ഷേ നീ അപ്പോഴൊന്നും എന്റെ ആ വാക്കുകളെ ചെവിക്കൊള്ളാനോ അതനുസരിക്കാനോ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇപ്പോ രണ്ടുപേർക്കും ഈ രീതിയിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നത്. എന്തായാലും ഇനി ഇവിടെ ഒരു കുഞ്ഞിനെ ഞാൻ ഈ വീട്ടിൽ നിങ്ങൾക്ക് മുന്നിൽ ഓടിക്കളിക്കാനായി താമസിയാതെ ഒരു 10 മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ ഈ വീടിനെ ഞാൻ സമ്മാനിക്കും. ആ കുഞ്ഞിന്റെ മനസ്സിൽ ഈ അമ്മ ഇത്രയും നാൾ ഈ കുടുംബത്തോടുണ്ടായിരുന്ന പക ഞാനത് വളർത്തിയെടുക്കും. അറിയാവല്ലോ, പൊക്കിൾ ബന്ധത്തെക്കാളും അടുത്ത ബന്ധം മറ്റൊന്നുമില്ല എന്നുള്ള കാര്യം, മറ്റൊരു ബന്ധത്തിനും അത്രത്തോളം ആഴമില്ല എന്നും. അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിന്റെ മനസ്സിലും ഈ കുടുംബത്തോടുള്ള പക ഞാൻ അതേ രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരും എന്ന് അവന്തിക അർച്ചനയെ വെല്ലുവിളിച്ചു. എല്ലാത്തിന്റെയും രക്ഷകയായിട്ട് നിൽക്കുന്നവളല്ലേ നീ? എല്ലാവരുടെയും മുന്നിൽ ഇത്തവണയും എന്നെ പൊളിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് ഇപ്പൊ എന്തായി, നാണം കെട്ട് പോയില്ലേ രണ്ടുപേരും എന്നൊക്കെ അവന്തിക അർച്ചനയെ നോക്കി കളിയാക്കുകയും അഹങ്കാരത്തോടെ സംസാരിക്കുകയും ചെയ്തു. ഒന്നും മിണ്ടാനാകാതെ അർച്ചന അവിടെ നിന്ന് അകത്തേക്ക് കയറുന്നു. അതിനുശേഷം റൂമിലെത്തിയ നന്ദൻ ആകെ നിരാശയോടെ ഓരോന്നും ആലോചിച്ച് ആ ബെഡിൽ കിടക്കുമ്പോ അവിടേക്ക് അവന്തിക എത്തിയിട്ട് ചോദിച്ചു, അല്ല, എന്താ ഇതുവരെയായിട്ടും ആലോചനയൊന്നും തീർന്നില്ലേ? ഞാൻ പറഞ്ഞൊന്നും സത്യമല്ല എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ ഇപ്പോഴെങ്കിലും മാറിയില്ലേ?
വീണ്ടും ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നത്. അതാ ഞാൻ വിളിച്ചത്. നന്ദേട്ടാ, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് സംസാരിച്ചാലോ? ഇന്ന് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞതൊക്കെ വെറും കള്ളമല്ലായിരുന്നല്ല എന്നുള്ള സത്യം നന്ദേട്ടൻ തിരിച്ചറിഞ്ഞില്ലേ? എന്നിട്ടും എന്നോട് സംസാരിക്കാത്തത് എന്താ? നമുക്ക് ഒരു 10 മാസം കഴിയും, നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞു വരും. നന്ദേട്ടന് ഏത് കുഞ്ഞിനെയാ വേണ്ടത്? ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ. നന്ദേട്ടന് ഇഷ്ടം ആൺകുഞ്ഞാണെന്ന്. അതുകൊണ്ട് തന്നെ നന്ദേട്ടന് ഇഷ്ടമുള്ളതുപോലെയുള്ള ഒരു ആൺകുഞ്ഞിനെ ഞാൻ നന്ദേട്ടന് സമ്മാനിക്കും എന്നൊക്കെ അവന്തിക പറയുമ്പോ നന്ദൻ കലിയോടെ മുഖം തിരിച്ചിരുന്നു. ഉടനെ തന്നെ വീണ്ടും അവന്തിക സംസാരം തുടരുന്ന കണ്ട് നന്ദൻ പറഞ്ഞു, ഒരല്പം സമാധാനം തരുവോ? നീ ഗർഭിണിയാണെന്നല്ലേ പറഞ്ഞത്? അപ്പുറത്തെങ്ങാനും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, വെറുതെ ഉറക്കം വിളിക്കാതെ എന്ന് പറഞ്ഞത്. അവന്തിക പറഞ്ഞു, ഓ, അപ്പോ എന്റെ ആരോഗ്യകാര്യത്തിലൊക്കെ നന്ദേട്ടന് വലിയ ശ്രദ്ധയുണ്ടല്ലേ? ശരി, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദേട്ടൻ എന്നോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ട് നന്ദൻ പറഞ്ഞു, അതെ, മനുഷ്യന് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. കിടന്നുറങ്ങുമ്പോഴാണ് അല്പമെങ്കിലും സമാധാനം മനസ്സ് ലഭിക്കുന്നത്. അതുപോലും തരില്ലെന്നാണോ? ആകെ ദേഷ്യത്തോടെ നന്ദൻ അവന്തികയോട് സംസാരിക്കുമ്പോ അവന്തിക പറഞ്ഞു, നന്ദേട്ടാ, നന്ദേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സന്ധ്യ ഡോക്ടറെയും കൂട്ടി അർച്ചനയും നന്ദേട്ടനും കൂടി എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കാനായി ഞാൻ ഈ നടത്തുന്നതൊക്കെ വെറും ഒരു നാടകമാണെന്നൊക്കെ എല്ലാവർക്കും മുന്നിൽ തെളിയിക്കാനാണെന്നൊക്കെ ഉള്ള ആ ഒരു ആഗ്രഹത്തിലായിരുന്നല്ലോ സന്ധ്യയെ ഇവിടേക്ക് അർച്ചനയും നന്ദേട്ടനും കൂടി വിളിച്ചു വരുത്തിയത് അല്ലെ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോ നന്ദൻ ദേഷ്യപ്പെട്ടു. അതിനുശേഷം നന്ദന്റെ അരികിലായി ആ ബെഡിൽ തന്നെ അവന്തിക വന്ന് കിടക്കുമ്പോ നന്ദൻ കലിയോട് ചോദിച്ചു, അല്ല, നിന്നോട് ആരാ ഇവിടെ വന്ന് കിടക്കാനായി പറഞ്ഞത്? അപ്പോഴേക്കും നന്ദനോട് അവന്തിക പറഞ്ഞു, പിന്നെ ഇനി എന്നെ ഇവിടെ നിന്ന് മാറ്റാനാണോ നോക്കുന്നത്? ഞാനേ ഇവിടെ തന്നെ കിടക്കും. അറിയാവല്ലോ, എന്റെ വയറ്റിലെ ഇപ്പൊ നമ്മുടെ കുഞ്ഞാണുള്ളത്. അവൻ കുറച്ചുനാൾ കഴിയുമ്പോ ഇങ്ങോട്ട് വരും. അപ്പോ ഇങ്ങനെയൊക്കെ അച്ഛൻ സംസാരിക്കുന്നതിനെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യും. നമുക്ക് എന്ത് പേരാ കുഞ്ഞിനിടേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദന്റെ അരികിലേക്ക് അവന്തിക ചെന്നു. അവന്തികയുടെ തന്നെ നേരെയുള്ള സംസാരം കേട്ട് ദേഷ്യത്തോടെ പിന്തിരിഞ്ഞ് കിടക്കുകയാണ് നന്ദൻ. ആ നിമിഷം അവന്തിക പറഞ്ഞു, അതെ നന്ദേട്ടാ, നമുക്ക് നന്ദേട്ടൻ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് 1 വയസ്സാകുമ്പോ മറ്റൊരു കുഞ്ഞ്, അങ്ങനെ നമുക്ക് ഈ വീട്ടിൽ മുഴുവൻ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കാണണം. ഇതൊക്കെ കേട്ട് നന്ദൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. നന്ദൻ അവിടെ ഹാളിൽ വന്ന് നിന്നുകൊണ്ട് സന്ധ്യ ഡോക്ടറോട് താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുന്നു. സന്ധ്യ ഡോക്ടർ ആ ബാറിന് മുന്നിൽ നിന്ന് തന്നെ സ്നേഹത്തോടെ കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടതും അതേ നിമിഷം സന്ധ്യ ഡോക്ടർ നന്ദൻ അന്ന് ആ കാറിൽ വെച്ച് തന്നോട് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ അവർ രണ്ടുപേരുടെയും മനസ്സിൽ ആ ഓർമ്മകൾ അലയടിക്കുന്നു. രണ്ടുപേരും പരസ്പരം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്ധ്യ ഡോക്ടർ ഓർത്തത്, സന്ധ്യ ഡോക്ടറെ സത്യത്തിൽ സന്ധ്യ ഡോക്ടറെ പോലെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. പരസ്പരം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി. ഇപ്പോ ഞാൻ കഴിഞ്ഞ തവണ കണ്ടപ്പോ ഇക്കാര്യം പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഞാനത് പറയാൻ കാരണമേ, ഇന്ന് ഞാൻ മദ്യം കഴിച്ചതിന്റെ ധൈര്യത്തിലാ എന്ന് പറഞ്ഞ് നന്ദൻ അന്ന് ചിരിയോടെ സന്ധ്യയുടെ തോളിലേക്ക് തല ചായ്ച്ചു കിടന്ന ആ നിമിഷങ്ങളൊക്കെ സന്ധ്യയും നന്ദനും ഓർമ്മിക്കുന്നു. അതോർത്ത് ആകെ നിരാശയോടെ അവർ രണ്ടുപേരും ആ ഒരു രാത്രി കഴിച്ചുകൂട്ടുന്നു. പിറ്റേന്ന് രാവിലെ അവന്തിക ഹാളിൽ വന്നിരിക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചുകൊണ്ട് അവന്തിക അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് സ്നേഹ എത്തുന്നു. സ്നേഹ ഒരു കയ്യിൽ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളവുമായി അവന്തികയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഏട്ടത്തി, ഇതാ ഈ നാരങ്ങ വെള്ളം കുടിക്ക്. അത് കേട്ടതും അവന്തിക പറഞ്ഞു, അതിന് ഞാൻ നാരങ്ങ വെള്ളം ഒന്നും ചോദിച്ചില്ലല്ലോ സ്നേഹയെ എന്ന് അന്വേഷിച്ചതും സ്നേഹ പറഞ്ഞു, ഇല്ല ഏട്ടത്തി ചോദിച്ചില്ല. പക്ഷേ ഗർഭാവസ്ഥയിൽ ആദ്യത്തെ 3 മാസം നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവന്തിക, എന്നാ ശരി ഇങ്ങതാ എന്ന് പറഞ്ഞ് സ്നേഹയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു കുടിച്ചു. അവിടെ നിന്ന് അവന്തിക അത് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അരികിൽ നിന്ന് സ്നേഹ പോകാൻ തുടങ്ങുമ്പോ അവന്തിക സ്നേഹയെ അരികിൽ പിടിച്ചിരുത്തി. മോളെ, നീ ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ് സ്നേഹ അവിടെ ഇരുത്തിയതും അവന്തിക പറഞ്ഞനുസരിച്ച് സ്നേഹ അരികിലേക്കിരുന്നു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, മോളെ, എത്ര നാളുകൾക്ക് ശേഷമാ നീ എന്റെ അരികിൽ ഇതുപോലെ വന്നിരിക്കാറുള്ളത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അന്വേഷിച്ചു. മുമ്പ് ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയിരുന്നത്
ഈ ഞാനായിരുന്നു എന്നൊക്കെ അവന്തിക പറയുമ്പോ സ്നേഹ പറഞ്ഞു, അതേ ഏടത്തി, മുമ്പ് ഏടത്തിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാമായിരുന്നതും ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യമായി നോക്കിയതും ഞങ്ങളെ എല്ലാം വളർത്തിയതും എന്ന് സ്നേഹ അവന്തികയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇപ്പോ എല്ലാവരുടെയും സ്വഭാവവും മാറി, എല്ലാവരും മാറുകയും ചെയ്തു. അവരെല്ലാവരും എന്നെ ഇപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് അവന്തിക സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്നേഹയുമായി അവന്തിക സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് അർച്ചന എത്തുന്നു.